ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. പ്രണയിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള മാസ്മരികത അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഒരിക്കലെങ്കിലും മനസ്സിലെങ്കിലും ആരോടെങ്കിലും പ്രണയം തോന്നാത്തവരായിട്ട് ഉണ്ടാവുമെന്ന് പറയുന്നത് കള്ളമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ പ്രണയിക്കുമ്പോൾ പറയുന്ന അല്ലെങ്കിൽ പ്രണയം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സംസാരം ആവശ്യമാണ്. പക്ഷേ പ്രണയിക്കുമ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ തന്നെയായിരിക്കാം അതിൻ്റെ അടിത്തറ ഇളക്കുന്നതും എന്ന് പറയാം. അപ്പോൾ ഈ പ്രണയം നല്ല രീതിയിൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറയരുതാത്ത ചില കാര്യങ്ങളുണ്ട്. സംസാരം നല്ലതാണ്, പക്ഷേ സംസാരത്തിൽ ചില നിയന്ത്രണങ്ങളും എല്ലാം വേണം. അപ്പോൾ അതെന്തൊക്കെയാണ് ഒരു പ്രണയം നല്ല രീതിയിൽ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു പ്രണയം നമ്മളൊരാളോട് പറയുന്ന സമയത്ത് പോലും പറയരുതാത്തതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് എന്ന് പറയുന്നത്. എല്ലാ ആൺകുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് പ്രണയം പറയാനായിട്ട് വളരെ മടിയായിരിക്കും. അവർ എന്താ പറയണേ, ഇൻട്രോവേർട്ടായിട്ട് അവരിൽ തന്നെ സ്വയം ഒതുങ്ങി കൂടുന്നവരായിരിക്കും. അപ്പോൾ അവർക്കൊരാളോട് ഇഷ്ടം തോന്നുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, പക്ഷേ ആ പെൺകുട്ടിയോട് അവർക്ക് ഇഷ്ടം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പറയാതെ പോകുന്നൊരിഷ്ടം ഒരിക്കലും വർക്കൗട്ട് ആവില്ല. അപ്പോൾ നമ്മൾ ഇഷ്ടം പറയാത്തത് കൊണ്ട് നഷ്ടപ്പെട്ട പ്രണയങ്ങളുണ്ട്. അപ്പം അത് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ട്, നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കേണ്ട സമയത്ത് നമ്മുടെ എന്താ പറയുക ഷൈനസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രോവേർട്ട് സ്വഭാവം കൊണ്ടൊന്നും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്രണയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുമായിട്ടുള്ള പ്രണയമായിരിക്കും നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം, പക്ഷെ പറയരുതാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യരുത്. അപ്പോൾ നല്ല രീതിയിലൊരു പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരാൾക്ക് അതിൽ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പല റീസണുകൾ കൊണ്ടാവാം അവർക്ക് ആ ഇഷ്ടം ചിലപ്പോൾ ഒരു ഇഷ്ടക്കുറവ് വരുന്നത്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാം എന്നുള്ളൊരു തോന്നൽ വരുന്നത്. അപ്പോൾ അത് തുറന്നു പറയാൻ ചില ആൺകുട്ടികൾ മടിക്കുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ അങ്ങനെ മുന്നോട്ട് പറയാതിരുന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം ഉണ്ടാവും? വെറുതെ രണ്ടുപേരുടെ സമയവും അതുപോലെ പല കാര്യങ്ങളും അവിടെ വേസ്റ്റ് ആവുന്നതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഒരു എന്തുകൊണ്ട് ഒരു ബ്രേക്കപ്പ് ആയിക്കൂടാ എന്ന് തോന്നുന്ന സമയത്ത് തുറന്ന് തന്നെ പറയണം. നമ്മളൊരിക്കലും പറയാതെ ഇരുന്നത് കൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒരു കാര്യമല്ലേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ബ്രേക്കപ്പ് ആവാനായിട്ടാണ് താല്പര്യമെങ്കിൽ അത് തുറന്ന് തന്നെ പറയുക. ഫ്രണ്ട്സിനെ കൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണമെന്നോ അല്ല നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ അവർ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കണമെന്നോ ആഗ്രഹിക്കുന്ന ചില ആൺകുട്ടികളുണ്ട്. എന്നാൽ അത് അവരവരുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ പെൺകുട്ടിയോട് തുറന്നു പറയില്ല. അതങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക. പക്ഷെ നമ്മൾ തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയേണ്ട സമയത്ത് തന്നെ തുറന്നു പറയണം. എന്നാൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയുകയും ചെയ്യരുത്. കുട്ടികളെന്ന് പറയുന്നത് ഓവർ പൊസസീവ്നെസ് കൊണ്ട് എന്താ അവർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിനെ പോലും അവരോട്ട് അടുപ്പിക്കില്ല. അപ്പോൾ എന്താ പറയുക, ഫ്രണ്ട്സിനെ ഫ്രണ്ട്സായിട്ട് മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ അവരോട് കൂടുതൽ മിങ്കിൾ ചെയ്യുന്നത് ഇഷ്ടമല്ല, സംസാരിക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെയുള്ള ഓവറായിട്ടുള്ള പൊസസീവ്നെസ് കാണിക്കുന്ന ചില ആൺകുട്ടികളുണ്ട്. പക്ഷേ അതൊന്നും ആ പെൺകുട്ടിയോടൊട്ട് പറയില്ല. അല്ലാത്ത കാര്യങ്ങൾക്ക് ചിലപ്പോൾ ചുമ്മാ വഴക്കടിച്ചുകൊണ്ടേയിരിക്കും. തുറന്നു പറയാം എന്നിങ്ങനെ അപ്പോൾ ഒരു വേറൊരാളോട് സംസാരിക്കുന്ന ഇഷ്ടം, അതൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. അവരാരോട് സംസാരിക്കണം ആരോട് സംസാരിക്കണ്ട എന്നൊക്കെ ഉള്ളത് ആ പെൺകുട്ടിയാണ് തീരുമാനിക്കുന്നത്. അതിലൊന്നും ആർക്കും കയറി ഇടപെടാനായിട്ട് അവകാശമില്ല. പക്ഷേ അങ്ങനെയുള്ള ആൺകുട്ടികളുണ്ട്, അവരോടാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അവരോട് തുറന്നു പറയുക. അല്ലാതെ ചുമ്മാ വഴക്കടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക. ചില ആൺകുട്ടികൾക്കുള്ള ഒരു ഡൗട്ടാണ് അവരുടെ റിലേഷൻഷിപ്പിൽ വേറൊരാളുടെ ഇൻട്രാക്ഷൻ മൂലം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിള്ളലുകൾ ഉണ്ടാവുമോ എന്നുള്ളത്. എന്നാൽ ഇവരെന്ത് ചെയ്യും? അത് ആ പെൺകുട്ടിയോട് ഒട്ടും തുറന്നു പറയുകയില്ല. അവർ തുറന്നു പറയാതെ എന്താ പറയുക, ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാക്കി ചിലപ്പോൾ വഴക്കുണ്ടാക്കുമായിരിക്കും. അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ടാക്കി പെൺകുട്ടിയുടെ അടുത്ത് പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് എന്താ ചെയ്യണേ, മറ്റൊരാളുടെ ഇൻട്രാക്ഷൻ മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നം
പ്രശ്നത്താൽ കൂടുതൽ വഷളാവുകയും ചെയ്യായിരിക്കും ഈ കാരണം പറയാതെയുള്ള ഈ വഴക്കുകളും പ്രശ്നങ്ങളും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ മൂലം നമുക്ക് ഡെയിലി ഒരു പ്രശ്നം ഉണ്ടാവുക എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ആദ്യം തുറന്നു പറയേണ്ടത് ഈ പെൺകുട്ടിയോട് തന്നെയായിരിക്കണം. അത് അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടാത്ത, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറയേണ്ടാത്ത കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പറയരുത്, പറയാൻ പാടില്ല. നമ്മളെപ്പോഴും എന്തൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലും മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ പെട്ടെന്നുള്ളൊരു നമ്മുടെ മൂഡ് ചേഞ്ച് കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടിയായിരിക്കും ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നത്. ചിലപ്പോൾ അവർക്കത് വളരെയേറെ ഹർട്ട് ചെയ്യും. ചിലരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് സഹിക്കും. പക്ഷേ ചിലർ പെട്ടെന്ന് തന്നെ അതിൽ പ്രൊവോക്കായിട്ട് അത് അവർക്കതൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. മനുഷ്യൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരാളുടെ അടുത്ത് ആരുടെ അടുത്താണെങ്കിൽ പോലും പറയേണ്ടാത്ത കാര്യങ്ങൾ പറയരുത്, പറയാവുന്ന കാര്യങ്ങൾ പറയുക. എപ്പോഴും ഏതൊരു ബന്ധത്തിനും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക. നമ്മളുടെ ഉള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, സന്തോഷമുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഹാപ്പിനെസ് എന്ത് കാര്യങ്ങളാണെങ്കിൽ കൂടിയും നമ്മളത് തുറന്ന് സംസാരിക്കുക. അപ്പോൾ തുറന്ന സംസാരത്തിലൂടെ നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അതുപോലെ തന്നെ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.